ഇന്ത്യയുടെ പുതിയ രഹസ്യാന്വേഷണ ഏജൻസി NTR പുതിയതാണോ അത് ശരിക്കും? ഒരു ന്യൂജൻ. അതെ. അപ്പോൾ ആ ഏജൻസിയുടെ പുതിയ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ത്യ മൗറീഷ്യസിൽ ഒരു വലിയ സാറ്റലൈറ്റ് കേന്ദ്രം സ്ഥാപിക്കുന്നു. എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഈ ഓപ്പറേഷൻ സിന്ദൂറിലെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് അൺസങ് ഹീറോസ് എന്ന് പറയും. ഇതുവരെ നമ്മൾ ആഘോഷിക്കപ്പെടാത്ത ഒരു ഹീറോ ആണ് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ NTR എന്ന് പറയുന്ന ഒരു ജെൻ ഇസഡ് ഇൻ്റലിജൻസ് ഏജൻസിയാണ്. അതായത് നമ്മുടെ റോയുടെ വർക്ക് നമ്മൾ ഉദ്ദേശിച്ച അത്ര രീതിയിൽ അപ്ഡേറ്റ് ആവുന്നില്ല എന്ന് കണ്ടിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഈ ഒരു NTR ഈ വലിയ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നതെങ്കിലും പുതിയ എക്യുപ്മെൻറ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്ത് വരുന്നത് ഇപ്പോഴാണ്. ഇതിൽ ഏറ്റവും പുതിയ ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് ഉണ്ട്. ഒന്ന് സിഗ്നൽ ഇൻ്റലിജൻസ് സിഗിൻ്റ് എന്ന് പറയും, അടുത്ത ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് എലിൻ്റ് എന്ന് പറയും. ഇപ്പോൾ ഈ സിഗ്നൽ ഇൻ്റലിജൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യത്തെ പോർഷൻ എന്ന് പറയുമ്പോൾ പാർട്ട് A എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ആ 9 ഭീകര താവളങ്ങൾ എവിടെയാണെന്നും അവിടെ എത്ര പേരുണ്ടെന്നും അവിടുത്തെ തൽസ്ഥിതി കൃത്യമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിനെയും മിലിറ്ററി കമാൻഡിനെയൊക്കെ കൃത്യമായിട്ട് അറിയിക്കുന്ന ജോലി NTROയുടേതായിരുന്നു. അവരുടെ എല്ലാം മെസ്സേജസ് ചോർത്തുക, റേഡിയോ കമ്മ്യൂണിക്കേഷൻ ചോർത്തുക, മൊബൈൽ ചോർത്തുക, മൊബൈൽ ഇൻറ്റൻസിറ്റി ചെക്ക് ചെയ്യുക, ഇതെല്ലാം അവരുടെ ഒരു NTROയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് വർക്കായിരുന്നു. അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ കൂടുതൽ വർക്ക് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് കൊടുത്തത് NTROയാണ്. അപ്പോൾ അടുത്ത NTROയ്ക്ക് ഇപ്പം നമുക്കുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേവൽ ഏരിയയിൽ നമ്മുടെ കടൽ തീരങ്ങളിൽ അല്ലെങ്കിൽ കടൽ അതിർത്തികളിൽ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും മാത്രമല്ല ഇവർ രണ്ടുപേരും മാലദ്വീപ്സിനെയും ശ്രീലങ്കയും പോലുള്ള രാജ്യങ്ങളെയും കൂടെ സ്വാധീനിച്ച് അവിടെയും കൂടെ ഇവരുടെ ബേസ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ തീരത്തിന് നമ്മുടെ അതിർത്തിക്ക് അടുത്ത് ഇത്ര കിലോമീറ്റർ നമുക്ക് സൈനിക വിന്യാസങ്ങൾ പാടുള്ളൂ, ബാക്കിയുള്ളത് ഇൻ്റർനാഷണൽ പാതയായിട്ട് വരും. അപ്പോൾ അവിടെ നമുക്ക് യഥാർത്ഥത്തിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മിലിറ്ററി ഓപ്പറേഷൻസ് ഒന്നും നമുക്കവിടെ ചെയ്യാൻ പറ്റത്തില്ല, ചരക്ക് ഗതാഗതം അല്ലാതെ നമുക്ക് വേറെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിയമപ്രകാരം. അതുകൊണ്ട് ഇന്ത്യയുടെ ഈ നമ്മുടെ അതിർത്തികളിൽ ഇന്ത്യക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സുഹൃത്തെന്ന് പറയുന്ന ഒരു രാജ്യമേ ഉള്ളൂ, അത് മൗറീഷ്യസ് ആണ്, പിന്നെ ബർമയും. ഈ 2 രാജ്യങ്ങളാണ് നമുക്ക് അതിർത്തിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന 2 രാജ്യങ്ങൾ. ബർമയും നമ്മളുമായിട്ട് നല്ല സഹകരണത്തിൽ പോകുന്നുണ്ട്, അതേപോലെ മൗറീഷ്യസും നമ്മളുമായിട്ട് നല്ല സഹകരണത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈയിടയ്ക്ക് മൗറീഷ്യസിൻ്റെ ചില പോർഷനെ പറ്റിയിട്ട് UK ആയിട്ടും US ഒക്കെ കുറേ തർക്കങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ ഒന്ന് പരിഹരിച്ച് വരികയാണ്. അപ്പോൾ ഈയിടയ്ക്ക് നവീൻ ചന്ദ്ര റാംഗുലാമാണ് അവിടുത്തെ പ്രധാനമന്ത്രി മൗറീഷ്യസിൽ. അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുകയും ഇന്ത്യ ഗവൺമെൻറ് ഏകദേശം $680 മില്യൺ സഹായം അവർക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പല പ്രൊജക്റ്റുകൾക്കായിട്ട്. തിരിച്ച് നമ്മൾ ആവശ്യപ്പെട്ടത് നമുക്ക് ഒരു ശകലം സ്ഥലം വേണം, ഒരു ചെറിയ ഇൻ്റലിജൻസ് സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മുടെ കടൽ സ്പേസിലല്ല, അവരുടെ കടൽ സ്പേസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ NTROയുടെ ഒരു സാറ്റലൈറ്റ് സിഗിൻ്റ് സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള ഒരു വ്യഗ്രതയിലാണ് ഇന്ത്യ ഗവൺമെൻറ് അടുത്തതായിട്ട്. അപ്പോൾ ഇവർക്ക് ഇന്ത്യ സന്ദർശിക്കുമ്പോഴത്തേക്ക് മൗറീഷ്യസ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് നമ്മൾ 2 nations and 1 destiny എന്നാണ്. അത് നമ്മുടെ 2 രാജ്യങ്ങളാണെങ്കിലും നമ്മുടെ ലക്ഷ്യം ഒന്നാണ് എന്നുള്ള രീതിക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മുടെ നാടൻ ഭാഷയിൽ പറയും ഇരുമയാണെങ്കിലും മനം ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ 2 രാജ്യങ്ങളാണെങ്കിലും നമ്മുടെ 2 പേരുടെയും ചിന്തകളും ചിന്താധാരകളും ഒന്നാണ് എന്നുള്ള രീതിക്കാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ കമാൻഡുമായിട്ട് ഇപ്പം ഇത് പുതിയ നമ്മുടെ ബേസ് വരുന്നത് മൗറീഷ്യസിലെ തന്നെ ഷാഗോസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. CHAGS എന്ന് പറയുമ്പോൾ ചാഗോസ് എന്നും പറയാറുണ്ട്, ഷാഗോസ് എന്നും പറയാറുണ്ട്. ഷാഗോസ് എന്ന് പറയുന്ന ഒരു ആർസ്പെലാജുവിലാണ് നമ്മുടെ ഈ പുതിയ ഫെസിലിറ്റീസ് വരാൻ പോകുന്നത്. അതിൽ ഇത് വരുന്നത് US-ൻ്റെയും UK-യുടെയും
ഡിഫൻസ് ഫെസിലിറ്റീസിൻ്റെ അടുത്തായിട്ടാണ്. അവർക്ക് ഡിഗോ ഗാർഷ്യയിൽ അവർക്കൊരു ഫെസിലിറ്റി ഉണ്ട്. അതിൻ്റെ ഏറ്റവും അടുത്തായിട്ടാണ് നമ്മളുടെ ഫെസിലിറ്റി വരാൻ പോകുന്നത്. ചുരുക്കത്തിൽ നമ്മൾ അമേരിക്കയും ഇംഗ്ലണ്ടുമായിട്ടൊക്കെ നമ്മൾ ഇക്കാര്യത്തിൽ ഒരു ചെറിയ തുറന്ന മത്സരത്തിന് തന്നെയാണ്. മത്സരം എന്ന് പറയുമ്പോൾ യുദ്ധമല്ല, ആരാണ് കൂടുതൽ വിജയിയാവുന്നതെന്നുള്ള പരീക്ഷിക്കാനുള്ള ഒരു രീതിയിലും കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പുതിയ ഒരു ഇൻ്റലിജൻസ് ഏജൻസി വരുന്നു, പുതിയ അറിവാണ്. കാരണം നമ്മൾ ഈ SSF ഉണ്ടല്ലോ, സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സിൻ്റെയൊക്കെ വാർത്ത വന്നതുപോലെ വളരെ കൗതുകമുള്ള ഒരു കാര്യമാണിത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. പണ്ട് കാവ് ബോയ്സാണ് റോ ആയിട്ടൊക്കെ പിന്നീട് മാറിയത്. അപ്പോൾ ഈ NTROയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റിയിട്ട് കൂടി നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ കൂടുതൽ പ്രധാനപ്പെട്ട എതിരാളികൾ ആരൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിൽ ആരോടൊക്കെയാണ് ഇത് കൊമ്പ് കോർക്കുന്നത്? ഇതേ മേഖലയിൽ അമേരിക്കയ്ക്കും സ്പെഷ്യൽ ഇൻ്റലിജൻസ് ഏജൻസി ഉണ്ട്, ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ ആ ചുവട് പിടിച്ചിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ NTROയുടെ ഒരു രൂപകൽപ്പന വരുന്നത്. ഇന്നത്തെ നമ്മുടെ കാർഗിൽ വാർ കഴിഞ്ഞ് അതിൻ്റെ സെക്യൂരിറ്റി അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുടെ ഫാദർ ശ്രീ സുബ്രഹ്മണ്യം ചെയർമാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ശ്രീ LK അദ്വാനി ചെയർമാനായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സാണ് ഇതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷനൊക്കെ ഗവൺമെൻറ്റിന് കൊടുക്കുകയും അത് പ്രോസസ്സ് ചെയ്യും വന്നത്. യഥാർത്ഥത്തിൽ കാർഗിൽ യുദ്ധത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ NTRO എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ആ സമയത്ത് നമുക്ക് ഇൻ്റലിജൻസിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായി. കാര്യം അവിടെ പാകിസ്ഥാനിൽ ഇപ്പോൾ വളരെ മഞ്ഞ് വീഴുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് കാർഗിലിൽ ഇങ്ങനെ പാകിസ്ഥാൻകാർ നുഴഞ്ഞു കയറി എന്നുള്ള വിവരം നമ്മുടെ നേതൃത്വത്തിന് അറിയിക്കാൻ, നമ്മുടെ മിലിറ്ററി നേതൃത്വത്തിന് അറിയിക്കാൻ ഉള്ള കാലതാമസം വന്നു. അപ്പോൾ അത് നമ്മുടെ ഭാഗത്തുണ്ടായ ഗുരുതരമായ ഒരു പിഴവാണ് കാർഗിൽ യുദ്ധമുണ്ടാവാൻ തന്നെ കാരണം. നമ്മൾ പ്രിവെൻറ്റീവ് മെത്തേഡ്സ് നോക്കിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പ്രിവെൻറ്റീവ് മെത്തേഡ്സിനും കൂടെ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എല്ലാ ഓപ്പറേഷനിലും ഇത് സ്ഥാപിതമായതിനു ശേഷമുള്ള പ്രധാനപ്പെട്ട എല്ലാ ഓപ്പറേഷനിലും NTRO വളരെ സൈലൻ്റായിട്ടുള്ള ഒരു റോള് എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഇൻ്റലിജൻസിലും സ്പൈയിങ്ങിലേക്കുള്ള ഏജൻസികളൊന്നും പൊതുവെ പുറത്തു വരികയും സംസാരിക്കുകയും എക്സ്പോസ് ചെയ്യപ്പെടുകയും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എല്ലായിടത്തും അവരുടെ കണ്ണെത്തുന്നുണ്ട്. നമ്മളെല്ലാവരിടത്തും അവരുടെ കണ്ണെത്തുന്നുണ്ട്. നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ സ്പീച്ചസ് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിൽ ദേശത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതവർ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. വേണ്ട നടപടികളെല്ലാം അവിടെ എടുക്കുന്നുണ്ട്. നമ്മൾ സുരക്ഷിതമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ സൈന്യത്തിനുള്ളതുപോലെ തന്നെ അതേ പങ്ക് ഇൻ്റലിജൻസ് ഏജൻസികൾക്കും ഉണ്ട്. കാര്യം ഇൻ്റലിജൻസ് ഏജൻസികളാണ് നമ്മുടെ സുരക്ഷാ സേനയുടെ കണ്ണുകളും കാതുകളും. അപ്പം നമ്മുടെ കണ്ണും കാതും നമ്മൾ മൗറീഷ്യസിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ നടുക്ക് നമ്മൾ സ്ഥാപിക്കുകയാണ്. അതിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ നമ്മുടെ ദേശരക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം.